ഇന്ന് കാണിക്കാൻ വന്ന 1981 സി എഞ്ചിനാണ്. ഇത് നമ്മള് മൊത്തം റിസർവേഷൻ കൊണ്ട് അയക്കുകയാണ്. എഞ്ചിന്റെ വർക്ക് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ക്യാംബിയലിന്റെ വർക്ക്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന ക്യാംബിയലിന്റെ നോയ്സ്. ക്യാംബിയലിന്റെ നോയ്സ് എന്ന് പറഞ്ഞാൽ ക്യാമ്പിന്റെ നോയ്സ് ഉണ്ടാവില്ല, അങ്ങനെ ഹമ്മിങ് നോയ്സ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഈ ക്യാമ്പിൽ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഞാൻ ഇതിന്റെ ക്യാമ്പിൽ കാണിച്ചു തരാം. അപ്പൊ നിലവിലുള്ള ഇതിന്റെ ക്യാമ്പിൽ ഇതാണ്. സൗണ്ട് നോക്കട്ടോ. ഇത് ക്യാമ്പിൽ സൗണ്ട് ഉണ്ട്, ഷെയ്ക്ക് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പൊ പിനിയൻ വീലും നമ്മളുടെ ഷെയ്ക്ക് ഉണ്ട്. അപ്പൊ നമ്മള് ഇത് പിനിയൻ വീലിന്റെ ഷെയ്ക്ക് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഇതിന് ഓഫ് ചെയ്ത് പിനിയൻ വീലിന്റെ ഫസ്റ്റ് ആണ്, സെക്കൻഡ് ആണ്, തേർഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പിനിയൻ വീലിന്റെ ആയിട്ടുള്ള പ്ലേ നമുക്ക് കുറക്കാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് കുറക്കണമെങ്കിൽ സ്പിൻഡിൽ അടിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്ന ഓപ്ഷൻസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കയ്യിൽ പുതിയ ക്യാമ്പിൽ ഉണ്ടാവുന്ന ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് ക്യാമ്പിലിന്റെ ശബ്ദം മാത്രമല്ല, ഇത് സൈഡ് പ്ലേയും കൂടെ ഉണ്ട്. നോക്കുക, നോക്കുക, ഇതിന് ഷെയ്ക്ക് കാണുന്നുണ്ടാവും അല്ലേ? ഈ ഒരു ഷെയ്ക്കും കൂടെ ഇതിനുണ്ട്. അപ്പൊ ഇതിന്റെ ക്യാമ്പില് ആണോ സ്പിൻഡിലാണോ പോയതെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. ക്യാമ്പിന്റെ സ്ലീവ് ആണോ സ്പിൻഡിലാണോ പോയതെന്ന് നോക്കാം. അപ്പൊ ഇത് ക്യാമ്പിന്റെ സൈഡ് പ്ലേ മാത്രമല്ല, ഈ ഒരു പ്ലേയും കൂടെ ഉണ്ട് കേട്ടോ. ക്യാമ്പിൽ പ്ലേ മാത്രമല്ല, സ്പിൻഡിന്റെ മുകളിൽ പ്ലേ ഉണ്ട്. അപ്പൊ ഈ സമയങ്ങളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ക്യാമ്പിലോട് മാറ്റി വെക്കുകയാണ്. ഇത് നിലവിൽ വേറെ വണ്ടിയുടെ അയച്ച ഒരു നല്ലൊരു ക്യാമ്പിലാണ്, പുതിയ ക്യാമ്പിലല്ല, എന്നാൽ നല്ലൊരു ക്യാമ്പിലാണ്. ഇത് അയച്ചിട്ട് നോക്കുകയാണ്. ഇത് നോക്കുക, സൈഡ് പ്ലേ അല്ല, കണ്ടില്ലേ? സൈഡ് ഫിറ്റ് ആണ്, സ്പിൻഡിലും ഓക്കെ ആണ്. അപ്പം ഈ ഒരു പ്ലേ ചെറിയ രീതിയിലുണ്ട്, ഈ ഒരു പ്ലേ ഉണ്ട്. നമ്മൾ പിനിയൻ വീലിന്റെ മുകളിൽ നിന്ന് എക്സസ് ക്യാനിലേക്ക് പിന്നെ സൗണ്ട് നോക്കി ഇതിന്റെ പിനിയൻ വീലിന്റെ അക്സസ് ചെയ്ത് കഴിഞ്ഞാൽ മാറി, ഓവർസൈസ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. പിന്നെ അത് ഇൻലെറ്റ് കൂടെ ഇട്ട് നോക്കുകയാണ്. കണ്ടോ, കറക്റ്റ് ഒരു ടൈറ്റിലാണ് ഇറങ്ങുന്നത്. അപ്പൊ സം ടൈറ്റിലാണ് ഇറങ്ങുന്നത് അല്ലേ? ഓക്കെ, ഇത് നോക്കുക, സൈഡ് പ്ലേ അല്ല. ഇനി അത് ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ്. ഇത് ഓക്കെയാണ്. അപ്പൊ ഈ ക്യാമ്പിലിന്റെ വർക്ക് ഈ എഞ്ചിൻ അയക്കണം. ഈ ക്യാമ്പിലിന്റെ സൈഡിൽ ഈ വർക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ പിനിയൻ വീല് ഓവർസൈസ് ഇട്ടാൽ മാത്രം മതി. ഈ ഒരു കാര്യം, അതായത് നമ്മൾ ക്യാമ്പിൽ മാറ്റുന്ന സമയത്ത്, ക്യാമ്പിലിന്റെ എഞ്ചിൻ വഹിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. വർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ ഫുള്ള് സൈലന്റ് ആയി, ക്യാമ്പിന്റെ ഹമ്മിങ് നോയ്സ് നല്ല രീതിയിൽ പുറത്തേക്ക് കേൾക്കും. അപ്പൊ അത് ഇല്ലാതൊക്കെയാണ് ചെയ്യേണ്ട കാര്യം. സ്പിൻഡിൽ അടിച്ചിട്ട് ഓവർ ടൈറ്റ് ആയി പോകുന്നതാണ്. ഇത് സ്പിൻഡിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ ഓവർ ടൈറ്റ് ആവുന്നതാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ ഹീറ്റിംഗ് എക്സ്പാൻഷൻ ഗ്യാപ്പും കൂടെ അല്ലാതെ ക്യാമ്പിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഹമ്മിങ് നോയ്സ്. വണ്ടി ചൂടാകുന്നതിനനുസരിച്ച് നോയ്സ് കൂടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല എഞ്ചിന് ഓവർ ഹീറ്റിംഗിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബുഷ് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇവിടെ ബുഷ് പോകട്ടോ, വളരെ ഓവർ ലോഡ് വരുന്ന സമയത്ത് തന്നെ ബുഷ് പോകും. അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഈ ഒരു കാര്യം, ഇതിന്റെ ഡെൽക്കോന്റെ ഡ്രൈവിൽ 2 വീല് വരുന്ന വീലിന്റെ കാര്യങ്ങൾ നോക്കണ്ട. ഓവർ സൈഡ് പ്ലാന്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ചെറിയ ഷെയ്ക്കൊന്നും ഇതിന് സ്പിൻഡിൽ അടിച്ചായിട്ട് വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കി പൈസ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് എപ്പോഴും ശബ്ദം ഉണ്ടാക്കാത്ത ഒരു വീലാണ് ഈ 2 വീല്, വലിയ ശബ്ദം ഉണ്ടാക്കാറില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് വാൽവ് പൊങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന അടിയാണ് ഇതിന് വരെ. ഈ വാൽവ് പെട്ടെന്ന് ലോഡ്, ഇതാണ് ഈ സ്ഥലത്തെത്തുമ്പോൾ വാൽവ് പൊങ്ങും. ഈ വാൽവ് പൊങ്ങുന്ന സമയത്താണ് നമുക്ക് ഇതിന് ഈ ക്യാമ്പീലിന് പ്ലേ ഉണ്ടെങ്കിൽ അടി വരിക കേട്ടോ. അങ്ങനെ ശരിക്കും ലോഡ് തന്നെ ശരിക്കും ഒരു അടി വരും. ആ അടിയാണ് നമുക്ക് ക്യാമ്പീലിന്റെ സൗണ്ട് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്.
അപ്പൊ ഇത് രണ്ടും ഓക്കെയാണ്. പിന്നെ അതുമാതിരി വേറൊരു കാര്യം കാണിക്കാനുള്ളത്, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വണ്ടി നമ്മൾ നിർത്തിയിട്ട് പോണ സമയത്ത്, പാർക്ക് ചെയ്ത് പോണ സമയത്ത് ഹെഡിൽ ഒരു 50 ml ഓയിൽ ഒഴിച്ചിട്ട് കിക്ക് ചെയ്ത് വെറുതെ വെക്കണം എന്നുള്ളത്. അതിന്റെ കാരണം കാണിച്ചു തരാം. ഇത് അതുമായി ലോങ് ടൈം പാർക്ക് ചെയ്തൊരു വണ്ടിയാണ്. നോക്കുക, ഇതിന്റെ ബോർ നോക്കുക. ക്യാമറ ഉള്ളിൽ കാണിച്ചു. ഇതിന്റെ ബോർ ഉണ്ടല്ലേ, ഈ പിസ്റ്റൺ ഇരിക്കുന്ന ഭാഗത്ത് അതിന്റെ മുകളിലേക്കും അതേ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് വന്നു. അവിടെ റെസ്റ്റ് ആയി, തിരുമ്പ് വന്നതിന് ശേഷം മാർക്ക് വന്നു. പിന്നെ ഇതിൽ കംപ്ലീറ്റ് ഉണ്ടല്ലേ, കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. ഈ മോൾ ഭാഗം കംപ്ലീറ്റ് റെസ്റ്റ് പിടിച്ചിട്ട് പിന്നെ പിസ്റ്റൺ വർക്ക് ചെയ്ത റെസ്റ്റ് ഒക്കെ പോയി, എന്നാലും ഓയിൽ മുകളിലേക്ക് കയറി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബോർ കംപ്ലീറ്റ് ശരിക്ക് കുഴിയായി പോയിട്ടുണ്ട്. ആ പിസ്റ്റൺ നിന്ന ഭാഗം, പിസ്റ്റൺ എവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ നിന്നിരുന്നത്, അതിന്റെ റിംസ് നിന്നിരുന്ന ഭാഗത്ത് കംപ്ലീറ്റ് തുരുമ്പായി പോയിട്ടുണ്ട്, റൗണ്ടിൽ കട്ടിങ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ലോങ് ടൈം പാർക്ക് ചെയ്ത് വണ്ടി ഇട്ട് പോവുകയാണെന്ന് ഇതിന്റെ പിസ്റ്റന്റെ ബോറിലേക്ക് പിസ്റ്റൺ പ്ലഗ് അയച്ചതിന് ശേഷം 30 ml 50 ml ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്തില്ല. അപ്പൊ ഇവിടെ ഓയിൽ നിൽക്കും. ഓയിൽ നിൽക്കുന്ന സമയത്ത് അത്രത്തോളം അതിന്റെ പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ തുരുമ്പ് ആ ഭാഗത്തേക്ക് വരില്ല. അതല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് തുരുമ്പ് കയറുന്ന ഇതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്ലോട്ടിംഗ് മിസ് പോയിട്ടുണ്ട്, ശരിക്കും നല്ല അടിയുണ്ട്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ബെയറിംഗിന്റെ നോയ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബെയറിംഗ് ശരിക്ക് പിന്നെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. ബെയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബെയറിംഗിന്റെ മുകളിൽ ശബ്ദം വരുന്നുണ്ട്. ബെയറിംഗ് വീക്ക് ആയിട്ടുള്ള ആ ഒരു ശബ്ദത്തിന് വേണ്ടി സാധനം ഈ ഭാഗം അയച്ചിട്ടുള്ളത്. അപ്പൊ ക്യാമ്പിന്റെ ഈ ഭാഗം ഒരു വർക്കും നമ്മൾ എടുക്കുന്നില്ല. ക്യാമ്പിൽ പുതിയ ഇൻസ്റ്റാൾ ചെയ്യും. അതേമാതിരി തന്നെ പിനിയൻ വീൽ ഓവർസൈസ് ഇടും. അതോടുകൂടി ഈ ഒരു ഭാഗം സെറ്റായി. അപ്പൊ ഈ ഒരു കാര്യമാണ് എഞ്ചിൻ വർക്ക് എഞ്ചിൻ വർക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഈ രണ്ട് കാര്യം. നിർത്തിയിട്ട് പോകണ സമയത്ത് അത് ശ്രദ്ധിക്കണം. അതേമാതിരി ക്യാമ്പിന്റെ ഈ ഒരു ഭാഗം അയക്കുന്ന നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഞ്ചിൻ വർക്ക് എടുത്തിട്ട് വളരെ നീറ്റായിട്ട് വളരെ ക്യാമ്പിന്റെ യാതൊരു ഹമ്മിങ് നോയ്സ് ഇല്ലാതെ വണ്ടി നമുക്ക് പുറത്തെടുക്കാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഓയിൽ സർക്കുലേഷൻ എന്തുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ ഓയിൽ സർക്കുലേഷൻ കാണിച്ചു തരാം. ഇതിലൂടെയാണ് ഓയിൽ പമ്പിൽ നിന്ന് ഓയിൽ വരുന്നത്. ഇതിലൂടെയാണ് ഓയിൽ പുറത്തേക്ക് വരിക കേട്ടോ. ഓയിൽ പമ്പിൽ നിന്ന് ഓയിൽ വലിക്കുന്ന ഭാഗത്താണ്. എവിടെയാണ് പമ്പ് വലിക്കുന്ന പമ്പുള്ളത്, ഇതിൻ്റെ ഉള്ളിലാണ് വലിക്കുന്ന പമ്പുള്ളത്. ഇതാണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഓയിൽ ഫിൽറ്ററിലേക്ക് ഓയിൽ വന്നതിന് ശേഷം ഇതിലൂടെ പുറത്തേക്ക് വരും. ഇതിലൂടെ ക്രാങ്ക് കേസ് ഇത് റബ്ബർ കാണാം. ഈ റബ്ബർ നല്ല ഇത് ശ്രദ്ധിക്കണം. റബ്ബർ ഒരുവിധം ഹാർഡൊക്കെയാണ്, അത് മാറ്റി കൊടുക്കുന്നതാണ്. അതല്ലെങ്കിൽ ഓയിൽ ശരിയായ ഇതിനുള്ളിലേക്ക് പമ്പ് ചെയ്യില്ല. അപ്പം ഈ ഒരു ഇതിലൂടെ ആണ് നമ്മൾ ഓയിൽ ഉള്ളിലേക്ക് കയറുക. ഈ ഓയിൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ക്രാങ്ക് കേസിന്റെ ഉള്ളിലേക്ക് ഓയിലായി. അപ്പൊ ക്രാങ്ക് കേസിന്റെ ഉള്ളിലേക്ക് ഓയിലായി കഴിഞ്ഞാൽ ക്രാങ്ക് പിസ്റ്റന്റെ ആവശ്യമായിട്ട് ലൂബ്രിക്കേഷൻ ഒക്കെ കൊടുത്ത് ക്രാങ്ക് ഇറങ്ങുന്നതിനനുസരിച്ച് പിസ്റ്റൻ ലൂബ്രിക്കേഷൻ ഒക്കെ കൊടുക്കും. ക്രാങ്ക് കാണിച്ചുതരാം എനിക്ക്. ഇതൊരു വേറെ വണ്ടിയുടെ ക്രാങ്കാണ്. അപ്പൊ ഇതാണ് ക്രാങ്ക് വരുന്നത്. ഈ ക്രാങ്കിന്റെ ഉള്ളിലൂടെ ഓയിൽ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ സൈഡിലൂടെ ഓയിൽ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും. ഇതിന് വേണ്ട ലൂബ്രിക്കേഷൻ കൊടുത്തതിന് ശേഷം ഈ ക്രാങ്കിന്റെ സൈഡിലൂടെ ഓയിൽ ഇത് കറങ്ങുന്നതിനനുസരിച്ച് തെറിച്ച് സിലിണ്ടർ ബോറിലേക്ക് ആവശ്യമായ ലൂബ് കൊടുക്കും. അതിനാവശ്യം വരുന്ന മിസ്റ്റർ വരുന്ന ഓയിൽ, ആ തെറിക്കുന്ന ഓയിൽ കംപ്ലീറ്റ് ഈ ഓയിൽ സമ്പില് ഇവിടേക്കാണ് അടിഞ്ഞു കൂടുക കേട്ടോ. ഈ ഓയിൽ സമ്പിലേക്കാണ് അടിഞ്ഞു കൂടുക. എന്നിട്ട് ആ ഓയിൽ സമ്പിലുള്ള ചെറിയൊരു ഇത് നോക്കാം. ഓയിൽ പമ്പിൽ മുകളിലേക്കുള്ള പമ്പ് നോക്കാം. അത് ചെറിയൊരു ഫിൽറ്റർ വരുന്നുണ്ട് ഈ ഭാഗത്ത്. ഫിൽറ്റർ അടുത്ത വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സമയത്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഫിൽറ്ററിലൂടെ ഓയിൽ തിരിച്ചു വലിക്കും. ഇതിലൂടെ തിരിച്ച് വലിച്ചിട്ട് റിട്ടേൺ പമ്പാണ് അത് വരുന്നത്. ഈ റിട്ടേൺ പമ്പ് തിരിച്ച് വലിച്ചിട്ടാണ് ഇതിലൂടെ ഓയിൽ കയറി റോക്കറിലേക്ക് ഓയിൽ പമ്പിലൂടെ റോക്കറിലേക്ക് ഓയിൽ പോകുന്നത്. ഇതിലൂടെയാണ് ശരിക്കും റോക്കറിലേക്ക് ഓയിൽ പോകുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലോട്ടിംഗ് പുഷ് അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടൈറ്റോ അല്ലെങ്കിൽ ഗ്രൂവിന് എന്തെങ്കിലും ഒരു പകപ്പോയോ എന്തോ വന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഓയിൽ ക്രാങ്ക് കേസിലേക്ക് പോവില്ല. ക്രാങ്ക് കേസിൽ പോയവർക്ക് എന്താ സംഭവിച്ചാൽ ക്രാങ്ക് കുറച്ച് ഓടി ചൂടാകുന്നതനുസരിച്ച് ക്രാങ്കിന് വേണ്ട പിസ്റ്റണിന് വേണ്ട ഓയിൽ കിട്ടില്ല. അതേമാതിരി ഈ റോക്കറിൽ വേണ്ടൊക്കെ തിരിച്ചു വലിക്കാൻ ഓയിൽ ഉണ്ടാവില്ല, റോക്കറിലേക്ക് ഓയിൽ കിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ വണ്ടി എഞ്ചിൻ വർക്ക് കഴിഞ്ഞാൽ 10-20 ഒരു 5-10 കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടി സ്റ്റക്ക് ആവും.
വണ്ടി നിന്ന് പോകും, ചൂടായി നിന്ന് പോകും. അതേമാതിരി ഓയിൽ വേണമെങ്കിൽ പമ്പില്ലാത്ത സമയത്ത് റോക്കറിന്റെ ശബ്ദം മാറും, എഞ്ചിന്റെ ശബ്ദമൊക്കെ ആകെ മാറും. അപ്പൊ ഈ ഒരു കേസ്, ഈ ഒരു പ്രശ്നം പരിഹരിക്കണം ഉണ്ടാവില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, സി എഞ്ചിന്റെ ഫ്ലോട്ടിംഗ് പുഷ് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ അടുത്ത് മാത്രം കൊടുക്കുക. അതുമാതിരി ഫ്ലോട്ടിംഗ് പുഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ശരിക്കും ഓയിൽ ശരിയായ രീതിയിൽ പമ്പ് ചെയ്ത് പുറത്തേക്ക് വരണം. ഓവറായിട്ട് പമ്പ് ചെയ്യാനും പറ്റില്ല, ഓവറായിട്ട് പമ്പ് ചെയ്യുന്ന പ്രശ്നമാണ്. പിന്നെ ബ്രീത്തറിലൂടെ ഓയിൽ പുറത്തേക്ക് അടിക്കും, അതും നോക്കണം, അതും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഓയില് ശരിയായ രീതിയിൽ വന്നിട്ടില്ല എങ്കിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുക. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സി എൻ ജി ശരിയായ രീതിയിൽ വർക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഓടിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ മോഡം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.